ടെലിവിഷൻ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. അപ്പോൾ മത്സരങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു വിഷമം, ഇതുവരെ ഒരു വിജയെ നമുക്ക് കിട്ടിയില്ല. കാരണം തലശ്ശേരിയിൽ വന്നിട്ട് കഴിഞ്ഞ ഒരു പ്രാവശ്യം എപ്പിസോഡ് ചിത്രീകരിക്കാൻ വന്ന സമയത്ത് 3 വിജയികളെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചാക്കേരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. വരും എപ്പിസോഡുകളിൽ നമുക്ക് നോക്കാൻ പറ്റും. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ്, ചോദ്യോത്തരങ്ങളൊന്നുമില്ലാത്ത ഒരു പക്ക പർച്ചേസിംഗ് ഗെയിം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ പർച്ചേസിംഗ് ഗെയിമിലെ ഇന്നത്തെ എപ്പിസോഡിലെ ടീമിനെ ഒന്ന് പരിചയപ്പെടുകയാണ്. പേരെന്താണ് സിസ്റ്റർ? ശ്രേയ. എവിടെ സ്ഥലം എവിടെയാണ്? ഞാൻ കണ്ണാടിപ്പറമ്പ്. കണ്ണാടിപ്പറമ്പ് അമ്പലത്തിൻ്റെ അടുത്താണ്. അമ്പലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ തലശ്ശേരി എന്താണ് പഠനം? എന്താ? ബിടെക്കിന് പഠിക്കുന്നത് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ ഡെയിലി പോയിട്ട് വരും? പോയിട്ട് വരും. ഭയങ്കര ഒരുപാട് ട്രാഫിക് ജാമുകളൊക്കെ കടന്നിട്ട് വേണം ഇവിടെ വരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ എത്ര മണിക്ക് ക്ലാസ് തുടങ്ങും? ഇവിടെ 9:30 തുടങ്ങും. രാവിലെ 6 മണിക്ക് ഇറങ്ങണം അവിടെ? 6 മണി 7:15 കാരണം പുതിയൊരു കഴിയണം, താഴെ ചൊവ്വ ഇതൊക്കെ കഴിയണ്ടല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? നന്നായിട്ട് പോകണം. നല്ല ക്ലാസ് തന്നെ. പേരെന്താണ്? അങ്കിത. അങ്കിത. ഓക്കെ. കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? കാപ്പാട്. ഇവിടെ വന്ന് പരിചയപ്പെട്ടവരാണോ നിങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ മുന്നേ ഒരുമിച്ച്? ശരി ശരി. കണ്ണാടിപ്പറമ്പിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്? പ്രത്യേകിച്ചൊന്നും എനിക്കറിയില്ല. സ്ഥലമല്ലേ? അടിപൊളി സ്ഥലം. വലിയ ഗ്രൗണ്ട് ഉണ്ട് അല്ലേ? ഭയങ്കര ക്ഷേത്രങ്ങളുടെ ഒക്കെ ഒരു സ്ഥലമാണ്. സ്ഥലം എവിടെയാണ് അങ്കിതയുടെ? കാപ്പാടാണ്. ഓക്കെ. അപ്പോൾ ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠനമൊക്കെ? സാധാരണ ഇവിടെ പർച്ചേസിങ്ങിന് ഇങ്ങനെ ഗ്രീൻസിൽ തന്നെയാണോ പൊതുവെ വരാറ്? അപ്പോൾ പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്ത് പർച്ചേസ് ചെയ്യാൻ വന്നേക്കണം ഇപ്പോൾ ഗ്രീൻസിൽ? ഡ്രസ്സും അതിലൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും സ്ത്രീകളാകുമ്പോൾ പർച്ചേസിങ് ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൂടുതലൊക്കെ സ്വാഭാവികമായിട്ട് എടുക്കാറുണ്ട്. ഇവിടെ ഒരു 5 മിനിറ്റാണ് സമയം കേട്ടോ. ഈ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗെയിം. എന്നുവെച്ചാൽ വലിയ അല്ല, കുട്ടി കുട്ടി പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 2 ട്രോളി നിങ്ങൾക്ക് ഞാൻ തരാം. ഈ 2 ട്രോളി വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് ഒരുമിച്ച് പോകാൻ പാടില്ല, വേറെ വേറെ. കൂട്ടുകാരി അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കൂട്ടുകാരി ഇപ്പുറത്തെ സൈഡിൽ. ഓക്കെ. പ്രൊഡക്റ്റൊക്കെ എടുത്ത് മെല്ലെ സാവധാനം എടുത്തതിന് ശേഷം ഞങ്ങളുടെ കൗണ്ടറിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. നിങ്ങളുടെ MRP റേറ്റ്, പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് കൂട്ടി നോക്കും. ടോട്ടൽ റേറ്റ് കിട്ടുമല്ലോ, അവിടെ ഒരു റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. വെറുതെ ചുമ്മാ ഒന്ന് മത്സരിച്ച് നോക്കാം. ക്ലാസ് ഒക്കെ കഴിഞ്ഞല്ലോ? എത്ര മണി വരെ ക്ലാസ് സാധാരണ? ക്ലാസ് ഇന്ന് ക്ലാസ്സിൽ ഇന്ന് പ്രോഗ്രാം ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അഗ്നിറ്റ്യൂസിൻ്റെ പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ശരി. അപ്പോൾ ഇവർക്ക് ട്രോളി കൊടുക്കുന്നു. 5 മിനിറ്റാണ് സമയം. സാവധാനം പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ. ഇത് ടോട്ടലി പർച്ചേസിംഗ് ഗെയിമാണ് പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഇവർക്കുള്ള ട്രോളി കാപ്പാടും കണ്ണാടിപ്പറമ്പ് 5 മിനിറ്റ് സമയമാണ്. 5 മിനിറ്റ് സമയത്തിനുള്ളിലാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ തുടങ്ങാം. ഓക്കെ. ഒരാൾ സ്ട്രെയിറ്റ് പോകാം, ഒരാൾ റൈറ്റിലേക്ക് പോകും. ഓക്കെ. 5 4 3 2 1 0. മെല്ലെ പോയാൽ മതി, സാവധാനം എടുത്താൽ മതി. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്.
5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്ത് നമ്മുടെ സ്പെഷ്യൽ കൗണ്ടറിലേക്ക് വന്നിരിക്കുന്നു. കൂട്ടുകാരുടെ പേരൊന്നുകൂടി പറയാം. ശ്രേയ ഫ്രം കണ്ണാടിപ്പറമ്പ്. അപ്പോൾ ആൾ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനത്തിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോകുന്നത്. അതിനുശേഷം അടുത്ത കൂട്ടുകാരിയുടെ MRP റേറ്റ്, പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് കൂട്ടി നോക്കാം. ശ്രേയ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ്. ഇതിലാണ് റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എത്രയാണെന്നുള്ളത് അറിയത്തില്ല. ഗസ് ചെയ്യാൻ പറ്റും എത്ര എഴുതിയിട്ടുണ്ടാവുന്നു? 3000. ഇവിടെ അടുത്ത നാട്ടുകാരിയാണ്. ഞാൻ പുതിയതാണ് കേട്ടോ, അതാ ചോദിച്ചത് കണ്ണാടിപ്പറമ്പിൻ്റെ കാര്യങ്ങളൊക്കെ. 1116 രൂപ. ഇപ്പോൾ 1166, 3216 രൂപയ്ക്കാണ് കൂട്ടുകാർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി ആളുടെ പേരൊന്നുകൂടി പറയാമോ? അങ്കിത. അപ്പോൾ അങ്കിത പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ്. ടവലുണ്ട് ഇതിൽ, ഇല്ലെങ്കിൽ അത് മാറ്റി വെക്കാം, കുഴപ്പമില്ല. ആൾ 3000 പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എത്ര എഴുതിയിട്ടുണ്ടാവും? 2000. ഓക്കെ. നല്ല നമ്പർ അല്ലേ? 2005 രൂപയ്ക്കാണ് ആൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 3216 രൂപയ്ക്കാണ് കൂട്ടുകാർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടും കൂടി കൂട്ടി നോക്കാം. 2005 പ്ലസ് 3216. 5221 രൂപയ്ക്കാണ് നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അൺബിലീവബിൾ. 5221 രൂപയ്ക്ക് 5 മിനിറ്റ് കൊണ്ട് ഇവർ പർച്ചേസ് ചെയ്തു. ഇനി വേണ്ടത് ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. 5221 രൂപ. ഇത് എഴുതിയിട്ടിരിക്കുന്നത് 4500 ടു 5000. 221 രൂപ കൂടിപ്പോയി. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വെറും 221 രൂപ മാത്രമാണ് കൂടിപ്പോയത് കേട്ടോ. ഒരു ജസ്റ്റ് ഏതെങ്കിലും 1-2 ഐറ്റം കുറഞ്ഞിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ആ റേറ്റ് വന്നതിനെ സമ്മാനം കിട്ടിയതിനെ കുഴപ്പം. അപ്പോൾ ഇവർക്ക് 2 പേർക്കുള്ള പ്രോത്സാഹന സമ്മാനം കേട്ടോ. അപ്പോൾ ഇവർക്ക് 2 പേർക്കുള്ള ഞങ്ങൾ പ്ലസ് ഓർ മൈനസ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ പ്രോത്സാഹന സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചിലപ്പോഴെങ്കിൽ ഈ പർച്ചേസിങ്ങിന് ചിലപ്പോൾ 180 രൂപ കുറഞ്ഞിട്ടുണ്ട്, 5 രൂപ കുറഞ്ഞിട്ട് സമ്മാനം പോയ ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ടീം 221 രൂപ കൂടിയിട്ടാണ് സമ്മാനം കയ്യിൽ നിന്ന് പോയത്. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ടീം. പേരെന്താണ്? നന്ദന. എവിടെ സ്ഥലം എവിടെയാണ്? പള്ളിക്കുന്ന്. സ്കൂളിൻ്റെ ഒക്കെ അടുത്താണോ? അല്ല, ഗേറ്റിന്റെ അടുത്ത്. ഓക്കെ. എങ്ങനെ ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകണം? ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ വന്നതിന് ശേഷമുള്ള പരിചയമാണ് ഈ കൂട്ടുകാരൊക്കെ ആയിട്ട്? കോളേജിൽ വന്നതിന് ശേഷമുള്ള പരിചയം. നമസ്കാരം. സുഖമായിരിക്കുന്നു കൂട്ടാ? അടിപൊളി. പേരെന്താണ്? മുഹമ്മദ് നാഫ. എവിടെ സ്ഥലം എവിടെയാണ്? വടക്കുംപാടാണ്. ഈ നമ്മുടെ കണ്ണൂരും അങ്ങോട്ടുള്ള ഭാഗത്ത് നിന്നൊക്കെ കുറെ കുട്ടികളുണ്ട് ഇവിടെ പഠിക്കുന്നത്, ഒരുപാട് പേര് അല്ലേ? ശരി. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് സാധനം പർച്ചേസ് ചെയ്യാനാണ് വന്നേക്കണേ? ഇവിടെ ഞാൻ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ കൂട്ടുകാരി ടീമല്ലായിട്ട് അങ്ങനെ വന്നതാണ് അല്ലേ? വെരി ഗുഡ്. ഓക്കെ. ഇവിടെ മുന്നേ വന്നിട്ടില്ലേ? പർച്ചേസിങ്ങിന് വന്നിട്ടുണ്ടോ? ഗ്രീൻസിൽ എൻ്റെ വീട് ഇവിടെ കുറച്ച് അപ്പുറം ഉണ്ട്, വേറെ തറവാട് അല്ലേ? ശരി. ഓക്കെ. അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പഠനവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇച്ചുവരെ ഉള്ളൂ ക്ലാസ് എന്ന് പറഞ്ഞു. ഇന്ന് വൈകുന്നേരം വരെ ടെക് ഫെസ്റ്റിന്റെ പരിപാടിയാണ്. ശരി. അപ്പോൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ടാണോ പോവാറ്? അങ്ങനെ പോകാറില്ല, എന്നാലും പർച്ചേസ് ചെയ്തിട്ട് ഇതുണ്ട്. നമ്മൾ പിന്നെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങില്ല. അതാണ് സത്യം. അപ്പോൾ ശരി, ഒരു 5 മിനിറ്റ് സമയമാണ് ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ചോദിക്കാം. സംശയം ഒന്നുമില്ലല്ലോ. ഞാൻ 2 ട്രോളി തന്നിട്ട് ഓക്കെ. അതിനുശേഷം 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവർ മത്സരിക്കാൻ പോകുന്നു. ഇവർക്കുള്ള ട്രോളി റെഡി. അപ്പോൾ ഇവർ റെഡിയാണ്. 5 മിനിറ്റ് സമയം. ഒന്നുകൂടി പേര് പറയൂ. നന്ദന. അപ്പോൾ മെല്ലനെ സാവധാനം പർച്ചേസ് ചെയ്തത് അവർ. കഴിഞ്ഞ ടീം 221 രൂപക്കാണ് അവർക്ക് ഫസ്റ്റ് പ്രൈസ് പോയത്. അപ്പോൾ 5 4 3 2 1 0 മെല്ലനെ പർച്ചേസ് ചെയ്യാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്.
അപ്പോൾ നന്ദന പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോണത്. ടോട്ടൽ എത്രയായിരുന്നു? 3513. 3513 രൂപയ്ക്കാണ് നന്ദന പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന നോക്കാം. ഫേസ് വാഷ് വാങ്ങിച്ചോ? ഫേസ് വാഷ് വീശുന്നുണ്ട്. 1850. 1850 രൂപയ്ക്കാണ് ആൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. മുന്നോട്ട് വരും. ഇനി രണ്ട് റേറ്റും കൂടിയിട്ട് നമുക്ക് കൂട്ടി നോക്കാം എത്ര വരുന്നുള്ളത്. 5363. 5363 രൂപയാണ് ഇതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്. 5363. ഓക്കെ. ഇനി ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. 5363. ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 6500 to 7200. പക്ഷെ നിങ്ങൾ പർച്ചേസ് ചെയ്തത് 5363 രൂപയ്ക്ക്. കുറഞ്ഞു പോയി. കുറച്ച് ഒരു 5-6 പ്രോഡക്റ്റും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് ആവേനെ അല്ലേ? കുഴപ്പമില്ല. ഇതാ നിങ്ങൾക്കുള്ള ഞങ്ങളുടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ സ്നേഹം നിറഞ്ഞ പ്രോത്സാഹന സമ്മാനം. ഇതാ 2 പേർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് കാണാം. ഓരോ ദിവസങ്ങളിലും ഓരോ സ്പെഷ്യൽ പ്രൊഡക്റ്റുകൾക്ക് ഒരുപാട് ഓഫേഴ്സ്, ഡിസ്കൗണ്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വരുന്നുണ്ട്. പിന്നെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഗ്രീൻസ് സെലക്ട് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു മൊത്തത്തിൽ ഒരുമിച്ച് കിട്ടുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. പർച്ചേസിങ്ങിനുള്ള സ്പേസ് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ സർവീസ് ആയിക്കോട്ടെ, എല്ലാം ഒന്നൊന്ന് മെച്ചം. അതുതന്നെയാണ് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം ഓരോ കസ്റ്റമേഴ്സും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതും. ശരി, ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ മുഖങ്ങളുമായിട്ട് പുതിയൊരു പർച്ചേസിങ്ങുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ.